അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ അമലിന്റെ രംഗത്ത് പടച്ച റബ്ബ് പ്രത്യേകമായ ചില രീതികൾ വെച്ചിട്ടുണ്ട്. ചിലത് ഉണ്ടെങ്കിൽ ചിലത് അള്ളാഹു സ്വീകരിക്കുന്നു, ചിലത് സ്വീകരിക്കണമെങ്കിൽ ചിലത് ഒഴിവാക്കണം. ഈ രീതിയിലുള്ള പരസ്പരം ബന്ധിച്ചിട്ടുള്ള ഒരു സിസ്റ്റം അമലിന്റെ രംഗത്ത് പലപ്പോഴും കാണാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദേഹ ഇച്ഛകളും ശരീരത്തിന്റെ ബാലിശമായ താല്പര്യങ്ങളും ഒരാൾ ഒഴിവാക്കലല്ലാതെ സ്വർഗം കിട്ടാൻ മറ്റു മാർഗമില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വർഗം കിട്ടാൻ ചിലത് ഒഴിവാക്കണം എന്നുള്ളത്. എന്ന പോലെ അള്ളാഹുവിന്റെ ദീനിൽ കാണാം, ചിലത് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ മറ്റു ചിലതും കൂടെ വേണം. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം. നിസ്കാരം എത്ര ഉണ്ടായിട്ടും ഒരു മനുഷ്യനിൽ സക്കാത്ത് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ, സക്കാത്ത് കൊടുക്കേണ്ടവനാണ് എങ്കിൽ, ഇത് രണ്ടും പരസ്പരം ബന്ധിതമാണ്. അതുകൊണ്ട് നിസ്കാരമുള്ളവന് സക്കാത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ സക്കാത്തും കൂടെ ഉണ്ടായാൽ ആ നിസ്കാരം സ്വീകരിക്കൂ. അപ്പൊ ചിലത് ഉണ്ടെങ്കിലേ ചിലത് സ്വീകരിക്കൂ, ചിലത് ഒഴിവായാലേ ചിലത് സ്വീകരിക്കൂ. ഇങ്ങനെ ചില രീതികൾ നമ്മുടെ അമലിന്റെ രംഗത്ത് പരിശുദ്ധമായ ശറഅ് സംവിധാനിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കേട്ടോളൂ, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമലുകളിലെ ആത്മാർത്ഥതയും ആത്മീയ ബോധവും അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന ആ ചിന്ത, അത് സംബന്ധമായ ചർച്ചകളിൽ മഹാന്മാരായ തസവുഫിന്റെ ഉലമാ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 7 കാര്യങ്ങൾ കൂടാതെ 7 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ്. 7 കാര്യം ഉണ്ടായാലാണ് മറ്റൊരു 7 കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ, അതുകൊണ്ട് ഗുണമുള്ളൂ. നമുക്കതിലേക്ക് കടന്നു വരാം. മഹാന്മാർ പഠിപ്പിക്കുന്നു, ഒന്നാമത്തേത്, ഒരാൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിയാണ്. പടച്ചോന്റെ ശിക്ഷയെ പേടിയാണ് എന്നത് നമുക്ക് ഉപകാരമുള്ള കാര്യമാണ്. അള്ളാന്റെ ശിക്ഷയെ പേടിയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? തെറ്റിയില്ല. പക്ഷേ അള്ളാന്റെ ശിക്ഷയെ പേടിയാണ് എന്ന് ഒരാൾ പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ തെറ്റുകളെ പേടിയില്ല, ഇത് തെറ്റാകുമോ എന്ന ഭയം ഇല്ലാതെ അള്ളാന്റെ ശിക്ഷയെ മാത്രം പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് റബ്ബിന്റെ ശിക്ഷയെ പേടിക്ക എന്നത് കൊണ്ട് ഒരു ഉപകാരമില്ല. അതാവും. കാരണം തെറ്റ് ചെയ്യുന്നതിൽ അവന് പേടിയില്ലെങ്കിൽ പിന്നെ ശിക്ഷയെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തേത്, മഹാന്മാര് പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന് പ്രതീക്ഷയുണ്ട്, പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് വേണ്ടി അവൻ ഒരുങ്ങുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് താൻ ചെയ്യുന്ന അമലുകൾക്കൊക്കെ കൂലി നൽകുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ട്, പക്ഷെ അമല് ചെയ്യാനായിട്ട് അവൻ ഇറങ്ങുന്നില്ല. അപ്പൊ ആ പ്രതീക്ഷ കൊണ്ട് എന്ത് ഗുണം? ഒരു ഗുണവുമില്ല. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഫലം കിട്ടണമെങ്കിൽ അതനുസരിച്ച് അമല് ചെയ്യാൻ പോണം. മൂന്നാമത്തേത്, മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യന് റബ്ബിന് ഇബാദത്ത് ചെയ്യണമെന്ന നിയ്യത്ത് മനസ്സിലുണ്ട്, പക്ഷെ ആ നിയ്യത്തിനനുസരിച്ചുള്ള പ്രവൃത്തി അവനിലില്ല. അതായത് കരുതി അങ്ങ് ഇറങ്ങുന്നില്ല. ഉളുഹിയ്യത്തിനൊക്കെ കൂടണമെന്ന് മനസ്സിൽ ആഗ്രഹവും, അതുപോലെ അതിനോടനുബന്ധമായി വരുന്ന ഒരുക്കങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിലേക്ക് അങ്ങോട്ട് മനസ്സുറപ്പിച്ചാണ്ട് ഇറങ്ങുന്നില്ല. കഴിയാനിട്ടല്ല, അങ്ങോട്ട് ധൈര്യപ്പെട്ട് ഇറങ്ങുന്നില്ല. അങ്ങനെയെങ്കിൽ ആ നെയ്യത്ത് കൊണ്ട് എന്ത് ഗുണം എന്നുള്ളതാണ് മഹാന്മാർ ചോദിക്കുന്നത്. നാലാമത് ചർച്ച ചെയ്യുന്നത്, ഒരു മനുഷ്യന് ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ അവൻ പരിശ്രമിക്കണം നന്നായിട്ട്. ഈ പരിശ്രമമില്ലാതെ വെറുതെ ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ദുആ കൊണ്ട് ഉപകാരം ഇല്ല. ദുആ വേണം, അതിന്റെ കൂടെ തന്നെ പരിശ്രമവും വേണം. ഇത് ഖുർആൻ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ എന്ന് ഖുർആനിലുണ്ട്. പരിശ്രമിക്കുകയും അതോടുകൂടെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഒരു പരീക്ഷ പാസ്സാവണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ പരീക്ഷ പാസ്സാവാം. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ, ദുആ ചെയ്യുന്നതിന്റെ കൂടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും വേണം. അപ്പോ വെറുതെ ദുആ മാത്രമായി ചടഞ്ഞിരുന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത്ഭുതങ്ങൾ സംഭവിക്കാം, എന്നാലും ഒരു സാധാരണ അവസ്ഥ അതിനുവേണ്ട പരിശ്രമമാണ്. അപ്പൊ പരിശ്രമം ഒഴിവാക്കിയിട്ട് ദുആ മാത്രമായിട്ടിരുന്നാൽ ആ ദുആ കൊണ്ട് ഉപകാരം കിട്ടൽ സാധ്യത കുറവാണ്.
മഹാന്മാർ പറയുന്ന അഞ്ചാമത്തേത്, ഒരാൾ നിരന്തരം പുറത്തു തരണേ എന്ന അള്ളാഹുവിനോട് പശ്ചാത്താപ ബോധവുമായി മനസ്സുമായി അയാൾ നിലയുറപ്പിച്ചിരിക്കുക. അള്ളാഹുവോട് പശ്ചാത്തപിക്കാൻ വേണ്ടി പുറത്തു തരണേ എന്ന തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ മാർഗത്തിൽ നിരതനായിരിക്കാണ് ഒരാൾ. പക്ഷേ അയാൾ ആ പശ്ചാത്താപത്തിൽ തെറ്റുകളുടെ പേരിൽ ഖേദമില്ലാതെയാണ്, തനിക്ക് അത്രയും തെറ്റ് സംഭവിച്ചല്ലോ എന്നതിൽ ഒരു കൂസലുമില്ല, ഒരു ഖേദവുമില്ലാതെ എത്ര പശ്ചാത്താപിച്ചാലും ആ പശ്ചാത്താപം കൊണ്ട് ഉപകാരമില്ല എന്നുള്ളതാണ് മഹാന്മാർ പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം കേട്ടോളൂ, ഒരാളുടെ പരസ്യ ജീവിതം നല്ലതാ, എന്നാൽ രഹസ്യ ജീവിതം മോശ. അങ്ങനെയുള്ള ആള് സ്വകാര്യ ജീവിതത്തിൽ ഇല്ല, എന്നാൽ ആളുകൾ കാണുന്നിടത്തൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്ക് ആളുകൾ കാണുന്നിടത്തുള്ള ആ പരസ്യ ജീവിതം കൊണ്ട് ഒരു ഉപകാരമില്ല, കാരണം അവന്റെ രഹസ്യ ജീവിതം മോശമാണ്. മഹാന്മാർ പഠിപ്പിക്കുന്ന ഏഴാമത്തെ കാര്യം, ഇഖ്ലാസ് ഇല്ലാതെ മരിച്ചു കിടന്ന് എത്ര അമല് ചെയ്തിട്ടും കാര്യമില്ല, എത്ര അധ്വാനിച്ചാലും ഇഖ്ലാസ് ഇല്ലാതെ അധ്വാനിച്ചാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 7 കാര്യം കൂടാതെ 7 കാര്യങ്ങൾ കൊണ്ട് ഉപകാരം ഇല്ല എന്നുള്ളതാണ്. ഇഖ്ലാസ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വേണം. ആരെയും ബോധിപ്പിക്കാതെ, ആരുടെയും പ്രശംസ പിടിച്ചു പറ്റാതെ, ആരും തന്നെ പുകഴ്ത്തി പറയുന്നത് ആഗ്രഹിക്കാതെ, ജനങ്ങളെ ബോധിപ്പിച്ചും കാണിച്ചും ചെയ്യലല്ലാതെ അള്ളാനെ ബോധിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഇഖ്ലാസ് എന്ന് പറയാം. ഇഖ്ലാസാണ് ആ സ്വഭാവം. ആ സ്വഭാവം നമുക്ക് ഉണ്ടാവൽ നിർബന്ധം. നമ്മുടെ അമൽ സ്വീകരിക്കാൻ അത് അനിവാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ചർച്ചയും ആ ഭാഗമാണ്. ഒന്നുകൂടി പറയാം, നമ്മുടെ അമലുകൾ പരമാവധി സ്വകാര്യ സ്വഭാവം ഉണ്ടാവുക എന്നതാണ് അമലുകളെ കുറിച്ച് പൊതുവെ ഉള്ളത്. ചില അമലുകൾ പരസ്യമായി തന്നെ ചെയ്യേണ്ടവരും, ഉദാഹരണം സക്കാത്ത്, കാരണം അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷേ മിക്കവാറും അമലുകൾക്ക് രഹസ്യ സ്വഭാവമാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ നമ്മെ പലരും നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ രഹസ്യമായ അമല് ചെയ്യുന്നവരാണ്, പക്ഷെ നമ്മളെ പലരും നിരീക്ഷിച്ചിട്ട് നമ്മെ അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ പ്രശസ്തരായി. അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നാം അറിയാതെ മറ്റു പലരും നമ്മുടെ നന്മയിൽ നമ്മെ അനുകരിച്ചാൽ അതിന്റെ കൂലിയും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. നമ്മൾ ഒരു പ്രശംസയും ഒരു പ്രശസ്തിയും ലോകമാന്യതയും ആഗ്രഹിച്ചില്ല. നമ്മൾ ഇഖ്ലാസോടുകൂടെ അള്ളാഹനെ ബോധ്യപ്പെടുത്തി രഹസ്യമായി ചെയ്ത അമലുകൾ കുറെ കഴിയുമ്പോൾ അള്ളാഹു അവരെ പരസ്യമാക്കും. അത് അള്ളാഹിന്റെ ഇഷ്ടമാണത്. അങ്ങനെ പരസ്യമായപ്പോ പലരും നമ്മെ അനുകരിച്ച് നമ്മൾ ചെയ്യുന്ന പോലൊക്കെ ചെയ്യാൻ തുടങ്ങി. അവരും നന്നായി. എന്നാൽ അതിന്റെ ഒരു വിഹിതം നമുക്കുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജാ തങ്ങള് അവിടുത്തെ സുനനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റജുലുൻ, ഒരു സഹാബി വന്നുകൊണ്ട് ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അഅമലുൽ അമല ഫയുത്തലഉ അലൈഹി. നബിയേ, ഞാൻ അമൽ ചെയ്യുന്നുണ്ട്, എന്റെ അമലിന്റെ രഹസ്യ സ്വഭാവം ആരൊക്കെയോ അത് അറിഞ്ഞിട്ടുണ്ട്. എന്റെ അമൽ ആരൊക്കെയോ എങ്ങനെയൊക്കെയോ അറിഞ്ഞു. ഞാനായിട്ട് പ്രചരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ രഹസ്യമായി ചെയ്യുന്നത് പലപ്പോഴും പരസ്യമായി പോയിട്ടുണ്ട് നബിയെ. പരസ്യമായി പോയത് ഞാൻ അറിഞ്ഞുകൊണ്ട് പരസ്യമായതല്ല, പക്ഷെ പരസ്യമായതിന്റെ പേരിൽ ഒരുപാട് പേര് അത് അനുകരിച്ചു നബിയെ. ഒരുപാട് പേര് പലരും എന്നെ അനുകരിച്ചു. ഫലഹു അജ്റാനി, പലരും അനുകരിച്ച കൂട്ടത്തിലോ ഫയുഅജിബുനി, എനിക്കതിൽ സന്തോഷവും തോന്നി. ഞാനാണ് ആ കാര്യം ആദ്യം ഈ നാട്ടില് ചെയ്തത്. ആരും അറിഞ്ഞിട്ടുണ്ടായില്ല, പക്ഷെ ആരൊക്കെയോ അറിഞ്ഞിട്ട് അത് അവരും ചെയ്തു തുടങ്ങി. നബിയെ, പലരും ചെയ്യുന്നു, ഞാൻ ചെയ്യുന്ന ഈ സൽക്കർമ്മം പലർക്കും ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഞാൻ കരുതി കൂട്ടി ആരെയും അറിയിച്ച് ചെയ്തതല്ല, ആരൊക്കെയോ അത് രഹസ്യമായി അറിഞ്ഞു മനസ്സിലാക്കി ചെയ്യണതാ. അവരൊക്കെ ആ നന്മ ചെയ്യുമ്പോ എനിക്ക് സന്തോഷമുണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സ്വഹാബി ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ, നിന്റെ അമല് നഷ്ടമല്ല, നിന്റെ നെയ്യത്ത് ആൾക്കാരറിയണം, കാണണം എന്നല്ലല്ലോ. നീ അള്ളാഹിനെ ബോധിപ്പിച്ച് രഹസ്യമാക്കി ചെയ്തു. അള്ളാഹ്ക്ക് ഇഷ്ടമായതുകൊണ്ട് അവനത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കേണ്ടത് അവന്റെ പണിയാണ്. അവൻ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചു.
എത്തിച്ചപ്പോൾ നിനക്ക് കിട്ടിയത് മറ്റുള്ളവർ നിന്നെ അനുകരിച്ചതിന്റെ പേരിൽ ലക അജ്റാനി, നിനക്ക് 2 കൂലിയാ. അജ്റു സിർരി, നീ രഹസ്യമായി ചെയ്തതിന്റെയും അജ്റുൽ അലാനിയത്തി, പരസ്യമായി ഇപ്പൊ അമൽ മറ്റു പലരും ചെയ്യുന്നുണ്ടല്ലോ അതിന്റെയും ഈ 2 കൂലി നിനക്കുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാം. അങ്ങനെയുണ്ട് ഇസ്ലാമിൽ കുറെ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന സ്വഹീഹ് മുസ്ലിം അടക്കമുള്ള പല ഹദീസുകളും ഈ പറയാൻ പോകുന്ന ആശയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു മാജ തങ്ങളുടെ സുനനിൽ തന്നെ ആ ഹദീസ് നമുക്ക് കാണാം. അനബി ജുഹൈഫ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടോളൂ, മൻ സന്ന സുന്നതൻ ഹസനതൻ ഫഉമില ബിഹാ ബഅദഹു, ഒരാൾ ഒരു നാട്ടിൽ ഒരു നല്ല കാര്യം ചെയ്തു, ഒരാൾ ഒരു നല്ല കാര്യം ചെയ്തു വെച്ചു. ആ നല്ല കാര്യം അയാൾ മുഖേന പിന്നീട് വന്ന പലരും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അയാൾ കുറെ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. ഇപ്പോഴും അയാൾ അന്ന് തുടങ്ങി വെച്ച നല്ല കാര്യം ഇന്ന് പലരും തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാന ലഹു അജ്റുഹു, അവൻ ചെയ്തതിന്റെ കൂലി അവനുണ്ട്. വമിസ്ലു ഉജൂരിഹിം, അവൻ ചെയ്തത് കാരണം മറ്റു പലരും അതിനെ തുടർന്ന് വന്നല്ലോ, അതിന്റെ കൂലിയും അല്ലാഹുവിന് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈആ, മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെയുള്ളത് ഇവന് കിട്ടുമ്പോൾ അവർക്കുള്ളതിൽ ഒരു കുറവില്ലാതെയാ അല്ലാഹു ഇരുവർക്കും കൂലി നൽകാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, വമൻ സന്ന സുന്നതൻ സയ്യിഅതൻ, ഇനി ഒരാൾ ഒരു ചീത്ത ചെയ്തു, ആ ചീത്തയെ മറ്റു പലരും അവന്റെ അസാന്നിധ്യത്തിൽ അനുകരിച്ചു, അവന്റെ കാലശേഷവും അതിങ്ങനെ ചീത്തയായ പ്രവൃത്തി ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ ചീത്ത ചെയ്തതിന്റെ ശിക്ഷയും അവനുണ്ട്. അവൻ ചെയ്തതിനെ തുടർന്നതിന്റെ പേരിൽ തുടരുന്നവർ ചെയ്യുന്ന തെറ്റിന്റെ ഒരു വിഹിതവും ഇവന് വേണ്ടി അള്ളാഹു വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് പാർക്കലൊക്കെ വരുമ്പോഴേ TV വാങ്ങിക്കൊടുക്കും ചിലര്. TV വാങ്ങിക്കൊടുക്കുന്നത് ഇബാദത്തിനല്ല. ആലോചിക്കണം, ഹറാമ് കാണും എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ വലിയ സൽക്കർമ്മം ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഞാൻ ആരെ ഉദ്ദേശിച്ച് പറയാലോ, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാനത് കേട്ടിട്ടുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് അതൊരു പുണ്യകർമ്മ. എന്താന്നറിയട്ടെ, നമ്മുടെ അയൽവക്കത്ത് ഒരാൾക്ക് വിഷമം വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പൊ അവനെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബിനികളായ ഉമ്മമാര് അവരുടെ 5 പവന്റെയും 15 പവന്റെയും ഒക്കെ സ്വർണം അവര് പണയം വെക്കാൻ കൊടുക്കും. ആർക്ക്? അയൽവക്കത്തുള്ളവർക്ക്. പണയം വെക്കട്ടെ, അവനൊരു ഉപകാരത്തിലാവട്ടെ. അല്ലെങ്കിൽ വീടിന്റെ ആധാരം കൊടുക്കും ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അയൽവാസിക്ക്. അത് ഉപകാര അമല. പലിശയിലേക്ക് ഒരാളെ ബന്ധപ്പെടുത്താൻ വേണ്ടി നമ്മൾ പലിശക്ക് കൂട്ടുനിൽക്കല അമല. ഇങ്ങനെയുള്ളത് കൊണ്ടൊന്നും ഗുണമില്ല. അതാ പറഞ്ഞത്, ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ ആ തെറ്റിനെ മറ്റൊരാൾ അനുകരിച്ചാൽ എത്ര കാലം കഴിഞ്ഞാലും ആ തെറ്റിൻ്റെതായ ഗൗരവം നമ്മുടെ പിന്നാലെ ഉണ്ടെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ലോകത്ത് നടക്കുന്ന ഏത് കൊലപാതകത്തിന്റെയും ഒരു വിഹിതം ആദ്യത്തെ കൊലപാതകം ചെയ്ത കാബീലിന്റെ അക്കൗണ്ടിൽ സേവ് ചെയ്തു എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അയാളാണ് ആദ്യമായി ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ മനുഷ്യനെ കൊല്ലുക എന്ന അമ്ലേച്ഛമായ പ്രവൃത്തി കൊണ്ടുവന്നത്. ജനങ്ങൾ ഇന്നും അത് തുടരുകയാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലത് ചെയ്ത് ആ നല്ലതിനെ മറ്റുള്ളവർ അനുകരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ അറിയാതെ കുറെ ആളുകൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്, ഒരു തിന്മക്ക് വേണ്ടി നമ്മൾ ഒരു നന്മ ഉദ്ദേശിച്ചു ചൊല്ലും. ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ഖുർആൻ പറയുന്നു, നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. സൂറത്ത് യാസീൻ. അല്ലാഹു തആല മരിച്ചവരെ ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു, മരിച്ചവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ നന്മ ചെയ്തോ അത് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ രേഖയാണ്. വആസാറഹും, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ ചെയ്തു വെച്ച ചില കാര്യങ്ങളുടെ തുടർച്ചയും അള്ളാഹുവിന്റെ മുന്നിൽ രേഖയാണ്. ഖുർആൻ ശരിവച്ചു അത്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാം
വ്യക്തമായും അള്ളാഹുവിന്റെ മുന്നിൽ തെളിവാണെന്ന് ഖുർആൻ. അള്ളാഹു നമുക്ക് നന്മയിലെത്താൻ തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ ഒരു ഹദീസ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമാം ആലൂസി തങ്ങൾ അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിൽ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നു. അൻ ലംറത്ത് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم إن الملائكة يسعدون بعمل العبد من عباد الله تعالى فيكثرونه ويزكونه حتى ينتهوا به حيث شاء الله تعالى من سلطانه فيوحي الله تعالى إليهم إنكم حفظة على عمل عبدي وأنا رقيب على ما في نفسه. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, അള്ളാഹുവിന്റെ ഒരു വിഭാഗം മലക്കുകൾ ഒരു അടിമ ഭൂമിയിൽ ചെയ്ത അമലുമായി അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചൊല്ലും. ആ അമല് മലക്കുകൾക്ക് വലിയ സന്തോഷമുണ്ടാക്കും. ആ അമലിനെ പറ്റി കൂടുതൽ പ്രശംസിച്ച് പറയും. ആ അമല് ചെയ്ത ആളുകളെ കുറിച്ച് മലക്കുകൾ അള്ളാഹുവിന്റെ മുന്നിൽ നന്നാക്കി കാണിക്കും. ഹത്താ യൻതഹു ഹൈസ ശാ അല്ലാഹു മിൻ സുൽത്താനിഹി. പെട്ടെന്ന് അള്ളാഹു ഫയൂഹി ഇലൈഹിം ഇന്നകും ഹഫളത്തുൻ അലാ അമലി അബ്ദി. എന്റെ അടിമയുടെ അമലിനെ നിരീക്ഷിക്കാൻ പോയ, അമലുകൾക്ക് കാവലിന് പോയ മലക്കുകളാണ് നിങ്ങൾ. എനിക്കറിയാം മലക്കുകളെ നിങ്ങളെ കുറിച്ച്, അമലിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ട് പറയുന്നവരാണെന്നും അറിയാം. എന്നാലും നിങ്ങൾ അറിഞ്ഞതിനേക്കാളും വലിയ അറിവ് നിങ്ങൾക്ക് മുകളിലിരുന്നു കൊണ്ട് ഞാൻ ആ അമലിൽ നിരീക്ഷണ ബോധത്തോടുകൂടെ ഇരുന്ന് അതിനെ നിരീക്ഷിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മലക്കുകളെ, നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അമല് എന്റെ ഏതൊരു അടിമയുടെ അമലാണോ, ആ അടിമയുണ്ടല്ലോ, ഇന്ന അബ്ദി ഹാദാ ലം യഖ്ലുസ് ലി അമലുഹു, അയാളുടെ അമലുകളുടെ ഉള്ളിൽ ഇഖ്ലാസ് ഇല്ല. അത് നിങ്ങൾ കണ്ടിട്ടില്ല മലക്കുകളെ, അത് ഞാൻ കണ്ടതാ. നിങ്ങൾ ആ അമലൊക്കെ നിരീക്ഷിക്കാനും പഠിക്കാനൊക്കെ പോയതാ, പക്ഷെ നിങ്ങളെക്കാളും വലിയൊരു കണ്ണോട് കൂടെ ഞാനത് നിരീക്ഷിച്ചിട്ടുണ്ട്. അയാളുടെ ഉള്ളിൽ ഇഖ്ലാസ് ഇല്ലായിരുന്നു, അതെനിക്കറിയാം. അതുകൊണ്ട് മലക്കുകളെ ഫജഅലൂഹു ഫീ സിജ്ജീൻ, അയാളുടെ ആ അമലുകളെ മുഴുവൻ സിജ്ജീൻ എന്ന നരകത്തിന്റെ ഭാഗത്തേക്ക് വിട്ടോളൂ, ഇവിടെ വേണ്ട. ഇനി കേട്ടോളൂ, മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, പിന്നെ ഒരു അടിമയുടെ അമലുമായി മലക്കുകൾ ചൊല്ലും, അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചൊല്ലും. ആ അമലും മലക്കുകൾ വളരെ പ്രശംസിച്ച് പറയും, റബ്ബിന്റെ മുന്നിൽ പറയും. അപ്പോൾ അള്ളാഹു മലക്കുകൾക്ക് വഹി അറിയിക്കും, തീർച്ചയായും എന്റെ അടിമയുടെ അമലുകളെ കാണാനും നിരീക്ഷിക്കാനും കാവലിരിക്കാനും പോയവരാ നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ മുകളിൽ ഞാൻ അത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും എന്റെ ഈ അടിമയുണ്ടല്ലോ, അവൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന അമല് നിങ്ങൾ കണക്കുകൂട്ടിയ പ്രതിഫലമല്ല അതിനുള്ളത്. അവൻ നല്ല ഇഖ്ലാസോടുകൂടെ ചെയ്ത അമലാണ്. അതുകൊണ്ട് അവന്റെ പ്രതിഫലം നിങ്ങൾ ഇരട്ടിയാക്കണേ മലക്കുകളെ. വജഅലുഹു ഫീ ഇല്ലിയൻ, സ്വർഗത്തിലേക്ക് ചേർക്കാനുള്ള അമലാണിത്. അവരുടെ പ്രതിഫലം നിങ്ങൾ ഇരട്ടിയാക്കണേ മലക്കുകളെ എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ഖാഫിന്റെ ആയത്തുകൾക്ക് വ്യാഖ്യാനമായി മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇമാം ആലൂസി, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ഒക്കെ അവരുടെ തഫാസീറിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും അമലുകൾക്ക് അള്ളാഹു ഇരട്ടി എന്ന് കണക്കില്ലാത്ത പ്രതിഫലം തരുന്നത് മിക്കവാറും ഇഖ്ലാസ് ഉള്ള ആളുകളിൽ തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, പരിശുദ്ധ ഖുർആൻ അത് ശരിവെക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ വഇൻ തകു ഹസനതൻ യുളാഇഫ്ഹാ വയുഅ്തി മിൻ ലദുൻഹു അജ്റൻ അദീമാ. അല്ലാഹു പറയുന്നു, അള്ളാഹു ഒരു അണുമണി തൂക്കം അപഹരിക്കില്ല ആരുടെയും. ലാ യദ്ലിമു മിസ്ഖാല ദർറ, ഒരുത്തന്റെയും അർഹതപ്പെട്ടത് അള്ളാഹ് അപഹരിക്കൂല. വൈൻ തകു ഹസന, ഒരാൾ ചെയ്ത നന്മയുണ്ടല്ലോ, അത് ഒന്നേ ഉള്ളൂ എങ്കിൽ പോലും അത് ആത്മാർത്ഥമാണെങ്കിൽ യുളാഇഫ്ഹാ, അല്ലാഹു തആല അത് ഇരട്ടിയാക്കാൻ പറയും. വയുഅ്തി മിൻ ലദുൻഹു അജ്റൻ അദീമാ,
വലിയ പ്രതിഫലം അള്ളാഹിന്റെ ഭാഗത്ത് നിന്നും ആ അമലിന് അള്ളാഹു നൽകും എന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 40-ാമത്തെ ആയത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും മഹാന്മാരായ സ്വഹാബത്തെ ഏറെ പേടിച്ചിരുന്നു. അവരുടെ അമല് അസ്ഥാനത്താകുമോ എന്ന വിഷയത്തിൽ ഏറെ പേടിച്ചിരുന്നു. സ്വഹാബികളിൽ പ്രമുഖരല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, വലിയ മഹാൻ. ആ മഹാൻ 3 വട്ടം ശക്തമായി ബോധം കെട്ടി വീണിട്ടുണ്ട്. ഒരു ഹദീസ് പറയാൻ നേരത്ത് ഇമാം തുർമുദിയുടെ ജാമിഇലും അതുപോലെ തന്നെ മറ്റു പല മുഹദ്ദിസീങ്ങളും ഇത് ഉദ്ധരിക്കുന്നതായി കാണാം. ഒരു ഹദീസ് പറയാൻ ഒരു സ്വഹാബി ആ ഹദീസിനെ കുറിച്ച് ആലോചിച്ചപ്പോ അതിന്റെ ഗൗരവം മനസ്സിലേക്ക് അങ്ങ് കയറി വന്നപ്പോ 3 വട്ട ആ സ്വഹാബി ബോധം കെട്ടി വീണത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പുന്നാര നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹദീസ് കാണപ്പെടുന്നത് ഈ മഹാന്റെ പേരിലല്ലേ, സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. താബിഈങ്ങളിൽ പ്രമുഖനായ മഹാനായ ഷഫിയൻ അൽ അസ്ബഹി മഹാനവറുകൾ, അദ്ദേഹത്തിന്റെ മറ്റു പേരിലും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാം. അദ്ദേഹം ഒരിക്കലും മദീനയിൽ ചെന്നു. മഹാനായ ഷഫിയൻ അൽ അസ്ബഹി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മദീനയിൽ ചെന്നപ്പോ ജനങ്ങളെല്ലാവരും തടിച്ചുകൂടിയിരിക്കുക. അവിടെ ആരോ ഒരു പ്രധാനപ്പെട്ട ആള് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചുറ്റിലും ഇങ്ങനെ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കാം. അപ്പൊ ഈ താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ ആ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നത് ആരുടെ ചുറ്റിലായിരിക്കോ എന്നറിയാനുള്ള ആഗ്രഹം കൊണ്ടൊന്ന് അങ്ങോട്ട് എത്തി നോക്കി. പടച്ച റബ്ബേ, ആരാണത്? ഹബീബായ നബി തങ്ങളുടെ പ്രധാന സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ഇപ്പോൾ മദീനയിൽ വന്ന് ഈ ജനസഞ്ചയം മുഴുവനും വലയം ചെയ്തു വെച്ചിരിക്കുന്ന ഈ മഹാനായ താബിഈ പറയാണ്, ഫദ്ദനൗതു മിൻഹു, ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്, അതായത് അബൂ ഹുറൈറ തങ്ങളുടെ അടുക്കലേക്ക് ജനങ്ങൾ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നു. അങ്ങനെ മഹാനവറുകളുടെ കൂടെ ഞാൻ കൂടി. ആളുകളൊക്കെ പോയി, അതിലേക്ക് പോയി. അവസാനം ഹത്താ ഖഅത്തു ബൈന യദൈഹി വഹു യുഹദ്ദിസുൻ നാസ്, കുറച്ച് ജനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അദ്ദേഹം ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു. ഞാനും ആ ക്ലാസ്സിൽ ഇരുന്നു. കുറെ പേരൊക്കെ പോയി, കുറെ പേരൊക്കെ അവിടെ ഉണ്ട്. ഹദീസ് പറഞ്ഞു കൊടുത്ത് അവിടെ ഇരുന്നു. അങ്ങനെ ഹദീസ് ക്ലാസ്സും കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് ആളുകളുണ്ട്, അവരും പോയി. ഫലമ്മാ സക്കത്ത, ക്ലാസ് അവസാനിച്ചപ്പോ വഖലാ, അബൂ ഹുറൈറ തങ്ങളിപ്പോ തനിച്ചാണ്. ഞാൻ അങ്ങോട്ട് ചെന്നു. ഖുൽതു ലഹു, ഞാൻ ചോദിച്ചു, അസ്അലുക ബിഹഖ്ഖിൻ വബിഹഖ് ലിമാ ഹദ്ദത്തനി ഹദീസൻ സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖൽതഹു വഅലിംതഹു. അബൂ ഹുറൈറ തങ്ങളെ അങ്ങയെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഹഖ് മുൻനിർത്തി ചോദിക്കട്ടെ, അങ്ങ് ഹബീബായ നബി തങ്ങളിൽ നിന്നും കേട്ട ഒരു ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തരുമോ? അങ്ങ് മനസ്സിലാക്കി, അങ്ങയുടെ മനസ്സിൽ തറച്ചു നിൽക്കുന്ന ഹദീസ്, അങ്ങനെ എന്തെങ്കിലും ഹദീസ് ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ തേട്ടി വരുന്ന ഹദീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കൊന്ന് കേൾക്കാൻ, എനിക്ക് അമൽ ചെയ്യാൻ. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, അഫ്അലു, ഞാൻ പറഞ്ഞു തരാം. ല ഉഹദ്ദിസന്നക ഹദീസൻ ഹദ്ദസനീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖൽതുഹു വഅലിംതുഹു. റസൂലുള്ളാഹി പറഞ്ഞ ഒരു പ്രധാന ഹദീസ് ഉണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്, ഞാനത് പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ഹദീസ് പറയാൻ വേണ്ടി ഒരുങ്ങി വന്നപ്പോഴേക്കും അബൂ ഹുറൈറ നസ്ഗതൻ ഫമക്സ്നാ ഖലീലൻ ثم അഫഖ, പെട്ടെന്ന് ബോധം കെട്ടു വീണു. ആ ഹദീസ് പറയാൻ വന്നപ്പോഴേക്കും അബൂ ഹുറൈറ തങ്ങൾ ബോധം കെട്ടു വീണു. കുറഞ്ഞ നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബോധം വന്നു. ഫമക്സ്നാ ഖലീലാ ثم അഫഖ, പെട്ടെന്ന് ബോധം വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉഹദ്ദിസന്നക ഹദീസൻ ഹദ്ദസനീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൽ ബൈത്തി, ഈ വീട്ടിൽ വെച്ച്, ഈ റൂമിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു തരാം. റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസ് എന്റെ മനസ്സിലുണ്ട്, ഞാനത് പറഞ്ഞു തരാം. മഹാനായ താബിഈ പറയാം, മഅനാ അഹദുൻ ഗൈരി വഗൈറുഹു, ആ മഹാൻ അങ്ങനെ പറയുമ്പോൾ ഞാനും ആ മഹാനും മാത്രമാണ് ആ റൂമിലുള്ളത്, വേറെ ഒരാളുമില്ല. ഹദീസ് പറയാൻ വേണ്ടി രണ്ടാമത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തയ്യാറായപ്പോൾ അബൂ ഹുറൈറ നശഗതൻ ശദീദ, ആദ്യത്തേതിനേക്കാളും ശക്തമായ ബോധം കടലായി രണ്ടാമത് ബോധം കെട്ടത്. കുറെ കഴിഞ്ഞാ പിന്നെ എണീറ്റത് മഹാനവറുകൾ. ബോധം വന്നു കഴിഞ്ഞപ്പോൾ മുഖമൊക്കെ ഒന്ന് തടവി, ഒന്ന് ഫ്രഷായി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അഫ്അലു, ഞാൻ പറഞ്ഞു തരാട്ടോ. മൂന്നാമത് എണീറ്റ് വരാണ്.
റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന ഹദീസ് ഞാൻ പറഞ്ഞു തരാട്ടോ. വഅന വഹുവ ഫീ ഹാദൽ ബൈത്തി, ഈ വീട്ടിൽ ഇപ്പോഴും ഞാനും മഹാനവറുകൾ തനിച്ചുള്ളൂ. മൂന്നാം വട്ടം ഹദീസ് പറയാൻ വേണ്ടി തയ്യാറായി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മൂന്നാം വട്ടം ഹദീസ് പറയാൻ വേണ്ടി റെഡിയായി വന്നപ്പോഴേക്കും അബൂ ഹുറൈറ തന്നെ ഒരൊറ്റ തലകറക്കം, ഒരൊറ്റ ബോധം കെടല്, കുറെ കൂടി ശക്തമായി ബോധം കെട്ടു. മുഖം കുത്തിയായി ഇപ്പൊ വീണത്. ഞാൻ വേഗം ആ മഹാന വാരി പുണർന്നു. എന്റെ മേലിൽ മഹാനവറുകളെ ചാരിക്കിടത്തി. മുഖം കുത്തിയപ്പോ മൂന്നാമത് വീണത്. കുറെ കഴിഞ്ഞ കുറെ കഴിഞ്ഞാ പിന്നെ ബോധം വന്നത്. അപ്പൊ ഓരോ പ്രാവശ്യവും ബോധം കെട്ടത് ഒന്നിനേക്കാൾ വലിയ ബോധം കെടല രണ്ടാമത്തത്. പിന്നെയും കുറെ സമയം എടുത്തു, പിന്നെയും കുറെ സമയം എടുത്തു. അതിന് കുറെ നേരം 3 പ്രാവശ്യം ബോധം കിട്ടു. ബോധമൊക്കെ വന്നു കുറെ സമയം കഴിഞ്ഞപ്പോ. അപ്പൊ മഹാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാട്ടോ, അള്ളാഹുവിന്റെ ഹബീബ് എനിക്ക് പറഞ്ഞു തന്ന ഹദീസ്. ഫഖാല ഹദ്ദസനി റസൂലുള്ളാഹി, നാലാമതാ പറയാൻ പോണെ. ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് ഇതാണ്. അന്നല്ലാഹ തബാരക വതആല ഇദാ കാന യൗമുൽ ഖിയാമത്തി യൻസിലു ഇലൽ ഇബാദി ലിയഖ്ദിയ ബൈനഹും വകുല്ലു ഉമ്മത്തിൻ ജസിയ. ഓരോ സമൂഹവും ഭയവിഹ്വലരായി മുട്ടിൽ കാല് കെട്ടുന്ന വിധം പേടിച്ചരണ്ട് വിറച്ചു നിൽക്കുന്ന ഖിയാമത്തിന്റെ ഭയവിഹ്വലമായ അവസ്ഥയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകളുടെ ഇടയിൽ വിധി പറയാൻ ഇറങ്ങി വരുന്ന ആ ദിവസത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു തന്ന ഹദീസാ ഞാൻ പറയാൻ പോകുന്നതെന്ന് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അന്നത്തെ ആ സംഭവത്തെ കുറിച്ച് പറയുന്ന ഹദീസ് ഇതാ. അതായത് മഹ്ശറയെ കുറിച്ച് പറയുന്ന ഹദീസ്. അന്ന് ഫഅവ്വലു മൻ യദഉ ബിഹി റജുലുൻ ജമഅൽ ഖുർആൻ, അള്ളാഹു ആദ്യം വിചാരണക്ക് പിടിക്കുന്നത് 3 വിഭാഗത്തെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു. ഒന്നാമത്തെ വിഭാഗം ഖുർആൻ ജീവിതത്തിൽ കൊണ്ടു നടന്നവരാ, ഖുർആൻ കൊണ്ട് വഅദ് പറഞ്ഞവരാ, ഖുർആൻ ജീവിതത്തിന്റെ ഭാഗമായി നിസ്കാരത്തിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ഓതുന്ന ഖുർആൻ ഓത്തുകാരാണ്, ഖുർആൻ ഹാഫിളായവരാണ്, ഖുർആനുമായി ബന്ധപ്പെട്ട് പഠിച്ചവരാണ്, ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുന്നവരാണ്. അള്ളാഹു ആദ്യം വിചാരണ ചെയ്യുന്ന മഹ്ശറയിലെ ആദ്യത്തെ ആളുകൾ ഒന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നവർ. 3 പേരെ ഒരേ സെറ്റായിട്ട് വിളിച്ചിരിക്കുന്നത്. അതേ സെറ്റിൽ തന്നെ രണ്ടാമത്തെ ആളുകളാണ് വറജുലുൻ കസീറുൽ മാൽ, ഒരുപാട് പണം അല്ലാഹു കൊടുത്ത വലിയ മുതലാളി, അവനെയും പിടിക്കും ആദ്യം വിചാരണ ചെയ്യാൻ വേണ്ടി. മൂന്നാമത് വറജുലുൻ ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായി എന്ന് പറയപ്പെടുന്ന ഒരു ഷഹീദിനെയുമാണ് പിടിക്കപ്പെടുന്നത്. ഒരു ഖുർആന്റെ വാഹകനെയും ഒരു പണക്കാരനെയും ഒരു ഷഹീദിനെയും പിടിക്കും. എന്നിട്ടോ മഹാനായ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആദ്യം ഖുർആന്റെ വാഹകനെ വിളിക്കും, എന്നിട്ട് ചോദിക്കും, അലം ഉഅല്ലിമുക മാ അൻസൽതു അലാ റുസുലി, എന്റെ മുർസലീങ്ങൾക്ക് ഞാൻ അറിയിച്ചു കൊടുത്ത പരിശുദ്ധമായ വചനങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ? ഖാല, ആലിമ് പറയും, ഖുർആൻ കൊണ്ട് ജീവിച്ച ആള് പറയും, ബലാ യാ റബ്ബി, ഉവ്വ റബ്ബേ, നീ അറിയിച്ചു തന്നു, ഞാനത് അറിഞ്ഞു. അള്ളാഹു ചോദിക്കും, ഫമാദാ അമിൽത ഫീമാ അലിംത, നീ അറിഞ്ഞതിൽ എന്തൊക്കെയാ നിന്റെ ജീവിതത്തിൽ അമലായിട്ടുള്ളത്? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അറിഞ്ഞത് എന്തൊക്കെയാ നീ അമലാക്കിയത്? മഹാനായ ആ കാരി പറയും, പടച്ചോനെ, കുന്തു അഖൂമു ബിഹി ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ, നിന്റെ ഖുർആനുമായി ഞാൻ രാവും പകലുമില്ലാതെ നിന്റെ മതത്തിന് വേണ്ടി, നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഓടി നടന്നു. അപ്പൊ അല്ലാഹ് പറയും കെദ്ബത്ത, നീ പറഞ്ഞത് കളവാടാ. ഇത് കേട്ട് മലക്കുകൾ ഏറ്റുപറയും, തഖൂലു ലഹുൽ മലായികത്തു കെദ്ബത്ത, എടാ നീ പറഞ്ഞത് കളവാടാ, നീ എന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല ഓടിയത്. ബൽ അറത്ത യുഖാല ഇന്ന ഫുലാനൻ ഖാരിഉൻ, ഇന്ന ആള് ഖുർആനിൽ നല്ല കഴിവുള്ള ആളാ, നല്ലോണം ഖുർആൻ ഓതുന്ന ആളാ, ഇന്ന ആള് ഒരുപാട് ഖുർആനികമായ തത്വങ്ങൾ പഠിച്ച ആളാണെന്ന് നിനക്ക് ഈ ലോകത്ത് പേരുണ്ടാവാൻ വേണ്ടി മാത്രമാണ് നീ ഖുർആനായിട്ട് നടന്നത്, എന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല. ഫഖദ് ഖീല ദാലിക, ആ പേര് കിട്ടാൻ ഉള്ള പറച്ചില് ജനങ്ങൾ ഭൂമിയിൽ പറഞ്ഞു നടക്കുകയും ചെയ്തു. റസൂലുള്ളാഹി പറയുന്നു, പിന്നെ കൊണ്ടുവരുന്നത് ഒരുപാട് പണം അല്ലാഹു കൊടുത്ത ആ മനുഷ്യനെയാണ്, ആ പണക്കാരനാ. അല്ലാഹു ചോദിക്കും, അലം ഊസിഉ അലൈക, നിനക്ക് ഞാൻ ഒരുപാട് വിശാലത നൽകിയില്ലേ, നിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ. നിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ.
നിന്നെ ഞാൻ ഒരു ആവശ്യക്കാരനാക്കിയില്ലല്ലോ. തഹ്താജു ഇലാ അഹദ്, മറ്റൊരാളുടെ അടുത്ത് എന്നിട്ട് ഇല്ലാന്ന് പറഞ്ഞ് കൈ നീട്ടുന്ന അവസ്ഥ നിനക്കില്ലാത്ത വിധം നിന്നെ ഞാൻ പരിശുദ്ധനാക്കിയില്ലേ? പണക്കാരനോട് അള്ളാന്റെ ചോദ്യം. അയാൾ പറയും ബല യാ റബ്ബി, അതേ റബ്ബെ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു. അപ്പൊ അള്ളാഹ് ചോദിക്കും, ഞാൻ നിനക്ക് തന്നത് വെച്ച് നീ എന്ത് അമലാ ചെയ്തതെന്ന് ചോദിക്കും. അപ്പം പറയും കുന്തു അസ്ലു റഹ്മ, ഞാൻ കുടുംബ ബന്ധങ്ങളൊക്കെ ചേർത്തിരുന്നു അല്ലാഹ്, വതസദ്ദഖു, ഞാൻ കുറെ സദഖയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അള്ളാഹ് പറയും, അതൊക്കെ നീ ചെയ്തു എന്ന് പറയുന്നത് എന്റെ പൊരുത്തത്തിന് വേണ്ടിയാ? അതേ റബ്ബേ നിന്റെ പൊരുത്തത്തിനാ. ഇല്ലാ ബല്ലറത്ത അയ്യുഖാല ഫുലാനുൻ ജവാദ്, ഔദാര്യവതിയാണ് ആ മനുഷ്യൻ, ഒരുപാട് ദാനധർമ്മമുള്ള മനുഷ്യനാണെന്ന് നിന്നെ കുറിച്ച് ജനങ്ങൾ പറയണം. ഇതാഗ്രഹിച്ചായിരുന്നു നീ അത് ചെയ്തത്, അതുകൊണ്ട് നീ പറഞ്ഞത് കളവാണെന്ന് അള്ളാഹ് പറയും, മലക്കുകൾ അത് ഏറ്റു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് കൊണ്ടുവരപ്പെടുന്നത് ഒരു ഷഹീദിനെയാണ്. ഷഹീദിനോട് അള്ളാഹു ചോദിക്കും, നീ എങ്ങനെയാടാ മരിച്ചത്? അദ്ദേഹം പറയും, റബ്ബേ ഉമിർതു ബിൽ ജിഹാദി ഫീ സബീലിക, നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ എന്നോട് കൽപ്പന ഉണ്ടായിരുന്നു. ഫഖാതൽതു, അതനുസരിച്ച് ഞാൻ ജിഹാദ് ചെയ്തു. ഹത്താ ഖുതിൽതു, ഞാൻ ഷഹീദായി. പടച്ച റബ്ബേ, ഞാൻ ഷഹീദായപ്പോൾ നിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച അല്ലാഹ് പറയും, ഇല്ലടാ നീ പറഞ്ഞത് കളവാ, നീ മരിച്ചാൽ നീ ഒരു യോദ്ധാവാണെന്ന് ജനങ്ങൾ നിന്റെ മരണശേഷം പറഞ്ഞു നടക്കണം എന്നത് നിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ പൊരുത്തം അതിലില്ല എന്ന് പറഞ്ഞിട്ട് നിന്റെ ആഗ്രഹം ഭൂമിയിൽ നടപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനെയും അള്ളാഹു മാറ്റി നിർത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് ഇത് പഠിപ്പിച്ചു കൊടുത്തത് അബൂ ഹുറൈറ തങ്ങൾ ഈ താബിആയ മഹാന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ താബിആയ മഹാനോട് പറയുന്നു, ഇത്രയും പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ 2 കാൽമുട്ടിലടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ അബാ ഹുറൈറ ഉലൈക സലാസത്തു, ഞാൻ ഈ പറഞ്ഞ 3 കൂട്ടരുണ്ടല്ലോ, അവ്വലു ഖൽഖില്ലാഹി തസ്അറു ബിഹിമിൻ നാർ, ഈ പറഞ്ഞ 3 കൂട്ടരെയാണ് ഏറ്റവും പെട്ടെന്ന് നരകം വിഴുങ്ങുന്നത്. ഈ 3 കൂട്ടരെ അള്ളാഹു നമ്മെ അതിൽ പെടുത്താതിരിക്കട്ടെ. ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിക്കാതെ ചെയ്ത ഈ കൂട്ടരെ അവരുടെ അമല് മുഖേന അള്ളാഹു തആല നരകത്തിലേക്ക് വേഗത്തിലെത്തിക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഈ താബിആയ ഈ മഹാൻ ഈ ഹദീസുമായി മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളക്കാരനും കൂടിയാണ് ഈ ശഫീഉൽ അസ്ബഹി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനവറുകൾ. ഈ ഹദീസുമായി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളക്കാരനാണ്. അവിടെ ചെന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും കേട്ടു എന്ന് പറഞ്ഞിട്ട് ചെന്ന് പറയുമ്പോൾ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങ് കരയാൻ തുടങ്ങി. വല്ലാതെ കരഞ്ഞിട്ട് ചോദിക്കാണ്, ഫകൈഫ ബിമൻ ബഖിയ മിനൻ നാസ്, അപ്പൊ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കും? ഖുർആനും അതുപോലെ യുദ്ധം ചെയ്ത് ഷഹീദ് എന്ന പദവിയാവാനും അതുപോലെ തന്നെ പണം ദാനം ചെയ്ത് സ്വർഗം വാങ്ങാനും ഒക്കെ കഴിവുണ്ടായിട്ടും അവസരം ഉണ്ടായിട്ടും അവരുടെ അവസ്ഥ പോലും ഹൃദയത്തിന്റെ അകത്ത് ലോകമാന്യത കടന്നു വന്നപ്പോ ഈ കോലത്തിലായെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാ പറയാ എന്ന് പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹു സുമ്മ ബക്കാ മുആവിയത്തു ബുകാഅൻ ശദീദാ, വല്ലാതെ കരഞ്ഞു മുആവിയ. ഹത്താ ലനന്ന അന്നഹു ഹാലിക്, ആ കരച്ചിൽ കണ്ടെത്തോന്നും മഹാനവറുകൾ മരിച്ചു പോകുമോ എന്ന് അത്രയും കരഞ്ഞു. എന്നിട്ടോ വഖുൽന, അവിടെ കൂടിയ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഖദ് ജാഅനാ ഹാദർ റജുലു ബിശ്ശർർ, ഈ ഹദീസുമായിട്ട് ഈ മനുഷ്യൻ മുആവിയ എന്നവരുടെ അടുക്കിലേക്ക് വന്നത് ഒരു ഷർറായിട്ടാ വന്നത്. മുആവിയ അപ്പം മരിക്കും, അത്രത്തോളം കരഞ്ഞു. ഇത് ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസായി പറയുന്നത്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു ബോധം കിട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഈ ഹദീസ് കേട്ട് മുആവിയ റളിയല്ലാഹു അൻഹു കരഞ്ഞു ബോധം കിട്ടു. ബോധം വന്ന മുആവിയ റളിയല്ലാഹു അൻഹു മുഖമൊക്കെ കഴുകിട്ട് വമസഹ വജ്ഹിഹി ഖാല, എന്നിട്ട് മഹാനവറുകൾ ആദ്യം തന്നെ പറഞ്ഞു, സദഖല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞത് ശരിയാണ്, അതിലൊരു തെറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടിയ സദസ്സിനോട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു സൂറത്ത് ഹൂദിന്റെ 15ഉം 16ഉം ആയത്തങ്ങ് ഓതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ആരെങ്കിലും ഈ ദുനിയാവ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ
ആരെങ്കിലും ഈ ദുനിയാവിന്റെ പ്രശംസ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ഈ ദുനിയാവിന്റെ അലങ്കാരം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നുവഫീലൈഹിം അഅ്മാലഹും ഫീഹാ, ഈ ദുനിയാവിൽ വെച്ച് അവർ ചെയ്ത അമലിന്റെ നിയ്യത്ത് അങ്ങനെയാണ് എങ്കിൽ, ആളുകളൊക്കെ തന്നെ കുറിച്ചൊന്ന് നല്ലത് പറയണമെന്ന നിയ്യത്താണ് എങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ആ നിയ്യത്ത് പൂർണ്ണമായും ദുനിയാവിൽ പേരും പ്രശസ്തിയുമായും അള്ളാഹു എത്തിച്ചു കൊടുത്തേക്കാം. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, അതിലൊരു പക്ഷേ കുറവും സംഭവിച്ചെന്ന് വരില്ല. ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, അവർ ആഖിറത്തിലേക്ക് വന്നാൽ അവർക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല. അവർ ചെയ്യുന്ന എല്ലാ അമലുകളും പൊളിയും. വഹബിത മാ സനഉ ഫീഹാ വബാതിലും മാ കാനൂ യഅമലൂൻ, ഇവിടെ അവർ ചെയ്തു കൂട്ടിയ സർവ്വ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിന്റെ 15-16 ആയത്തുകൾ ഓതി മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു സദസ്സിൽ കൂടിയ സ്വഹാബികളോട് വഅദ് പറഞ്ഞുവെന്ന. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രശംസയും പ്രകീർത്തനവും പുകഴ്ത്തിപ്പറയലും ആളുകൾ നമ്മെ കുറിച്ച് നല്ലത് ധരിക്കലും ഒക്കെ നമ്മുടെ ആഗ്രഹമായി അമലിന്റെ രംഗത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പരാജയത്തിലാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.